അവരുടെ ഈ കലാ കഴിവുകൾ ഈ ദീനിന് വേണ്ടി എപ്പോൾ സമർപ്പിച്ചുവോ അതിലവർക്ക് വലിയ റിസൾട്ടുകൾ ലഭിക്കുന്നത് കാണാൻ കഴിയും, ഇവിടെയും നാളെ ആഖിറത്തിലും ഇൻഷാ അല്ലാഹ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പ്രവാചകരുടെ അനുയായികളിൽ കവിയായിരുന്ന സ്വഹാബിയാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകളുടെ കവിതകൾ ഒരുപാട് കാണാൻ കഴിയും. അതിൽ മക്കക്കാരായ അവിശ്വാസികൾ തിരുമേനിയെ ആക്രമിക്കാൻ വന്നപ്പോൾ അവർക്ക് മറുപടിയായി ഹസ്സാൻ എന്നവർ കൊടുത്തൊരു പാട്ടുണ്ട്. സഅമത് സഖീനതു അൻ സതഗ്ലിബു റബ്ബഹാ ഫൽയുഗ്ലബന്ന മുഗല്ലിബൽ ഗല്ലാബി. സഖീന ഖുറൈശികൾ കഴിക്കുന്നൊരു ഭക്ഷണത്തിന്റെ പേരാണ്. അപ്പൊ അവരെ കളിയാക്കാൻ ആ ഭക്ഷണത്തിന്റെ പേരാ ഉപയോഗിക്കുക. സഖീന ഖുറൈശികൾ തിരുനബിയെ അള്ളാഹുവിന്റെ ദീനിനെ അടിച്ചമർത്തുമെന്നവർ വാദിക്കുന്നു. പക്ഷേ അള്ളാഹു അവരെ കീഴ്പ്പെടുത്തുകയാണ് ഉണ്ടാവുക എന്നാണ് ഇതിന്റെ സാരം. മനോഹരമായ കവിതകൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഹാജിഹിം വജിബ്രീലു മഅക്, അല്ലെങ്കിൽ ഉഹ്ജുഹും വജിബ്രീലു മഅക്. ഹസ്സാൻ ഇബ്നു സാബിത്തെ, നിങ്ങളുടെ കഴിവ് കവിതയാണ്. ആ കഴിവിലൂടെ നിങ്ങൾ ശത്രുക്കൾക്ക് മറുപടി കൊടുക്കണം. വജിബ്രീലു മഅക്, നിങ്ങളുടെ കൂടെ ജിബ്രീൽ അലൈഹിസ്സലാം സഹായത്തിനുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനവറുടെ കവിതകൾ ഞാൻ ഒന്ന് രണ്ട് ബറക്കത്തിന് വേണ്ടി ചൊല്ലുകയാണ്. ഹജൗത മുഹമ്മദൻ ഫഅജബ്തു അൻഹു, ഹജൗത മുഹമ്മദൻ ഫഅജബ്തു അൻഹു وعند الله في ذاك الجزاء أتهجوه ولست له بكفء فشركما لخيركما الفداء. മുഹമ്മദ് നബിയെ നിങ്ങൾ ചീത്ത വിളിക്കുകയാണോ, അതിന് ഞാൻ മറുപടി പറയും. ആ മറുപടിക്ക് അല്ലാഹു എനിക്ക് പ്രതിഫലവും നൽകും. മുഹമ്മദ് നബിയെ നിങ്ങൾ ചീത്ത പറയുകയാണോ, ആ പ്രവാചകനോളം എത്താൻ നിങ്ങളിൽ ആരെ കൊണ്ട് കഴിയും എന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. മറ്റൊന്ന് ഹബീബായ നബി തങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് മഹാൻ പാടിയത്. وأحسنوا منك لم تلد النساء وأجمل منك لم تر قط عيني وأحسن منك لم تلد النساء برأ من كل عيب كأنك قد خلقت كما تشاء. നബിയെ, എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങയെക്കാളും ഭംഗിയുള്ള ഒരാളെ എന്റെ കണ്ണുകൾ കണ്ടിട്ടില്ല. അങ്ങയെക്കാളും സൗന്ദര്യമുള്ള ഒരാളെ ഒരു ഉമ്മയും പ്രസവിച്ചിട്ടുമില്ലല്ലോ. خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء. ഒരു ന്യൂനതയുമില്ലാതെ അങ്ങെങ്ങനെയാണോ ജനിക്കാൻ ഇഷ്ടപ്പെട്ടത് അങ്ങനെ അള്ളാഹു അങ്ങയെ ജനിപ്പിച്ചതുപോലെ എന്ന് ഹബീബായ നബി തങ്ങളെ കുറിച്ച് കവിയായിരുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നവരെ ഇമാം സുഹരി തങ്ങൾ പറയുന്നുണ്ട്, അഫ്ഖറു ബൈത്തിൻ ഖാലതുൽ അറബ് ബൈതു ഹസ്സാനിൻ യൗമ ബദ്രിൻ. അറബികൾ പാടിയ കവിതകളിൽ വെച്ച് മുഴുവനും ഏറ്റവും മനോഹരമായ പാട്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നവർ ബദർ യുദ്ധ സമയത്ത് പാടിയ വരിയാണ്. വബിയൗമി ബദ്രിൻ ഇദ് യസുദ്ദു വുജൂഹഹും ജിബ്രീലു തഹ്ത ലിവാഇനാ വമുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം. വബിയൗമി ബദ്രിൻ إذ يسد وجوههم جبريل تحت لوائنا ومحمد. ശുദ്ധമായ ബദർ യുദ്ധം നടക്കുമ്പോൾ
ശത്രുക്കൾക്കെതിരെ പടപൊരുതുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്, നമ്മുടെ പതാകയ്ക്ക് കീഴെ. വമുഹമ്മദു, മുഹമ്മദ് നബി തങ്ങളുമാണ്. ഇങ്ങനെ ആയിരക്കണക്കിന് വരികൾ, ആ വരികൾ സമ്മാനിച്ചതിന്റെ പേരിൽ ഫഹുവ ഖായിദു ശുഅറാഇ ഇലൽ ജന്ന, കവികളിൽ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവരുടെ നേതാവാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. കാരണം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളായിരുന്നു, നല്ല കവിയാണ്. കവിത എന്ന ആ ഒരു സ്കിൽ അള്ളാഹുവിന് വേണ്ടി കൊടുത്തപ്പോ സ്വർഗത്തിലേക്ക് കവികളെ നയിച്ചു കൊണ്ടുപോകുന്ന മഹാൻ. സ്വഹാബികളിൽ മറ്റൊരു കവിയുണ്ട്, മുഅ്തയിലെ ഷഹീദായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. അവിടെ സിയാറത്ത് ചെയ്യാൻ പറ്റും, ഞാൻ പോയിട്ടുണ്ട്. മുഅ്തയിൽ ജോർഡാനിൽ അമ്മാനിൽ നിന്നും 400 കിലോമീറ്റർ അപ്പുറത്ത് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിലേക്ക് കയറുമ്പോഴേക്കും സുഗന്ധം അടിക്കാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു മഖാമാണ്. കുറച്ചിപ്പുറത്ത് ഒരു 1/2 കിലോമീറ്റർ ഇപ്പുറത്ത് സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹും ജഅഫർ തയ്യാർ റളിയല്ലാഹു, 2 സ്വഹാബിമാരുണ്ട്. അല്പം മാറിയിട്ടൊരു ചെറിയ പള്ളിയോട് ചേർന്ന് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു കറക്കിൽ മുഅ്തയിൽ. ഹബീബിന്റെ ഷാഇറാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഫസബ്ബതല്ലാഹു മാ ആതാക മിൻ ഹസനിൻ തസ്ബീത മൂസാ വനസ്റൻ കല്ലദീ നുസിറാ. ഫസബ്ബതല്ലാഹു, ഫസബ്ബതല്ലാഹു മാ ആതാക മിൻ ഹസനിൻ തസ്ബീത മൂസാ വനസ്റൻ കല്ലദീ നുസിറ. ഫസബ്ബതല്ലാഹു മാ ആതാക മിൻ ഹസനിൻ തസ്ബീത മൂസാ വനസ്റൻ കല്ലദീ നുസിറ. ഹബീബായ നബി തങ്ങളോട് മനോഹരമായി പറയുന്നു, നബിയേ, അള്ളാഹു അങ്ങേക്ക് നൽകിയ സർവ്വ ഗുണങ്ങളും അള്ളാഹു അങ്ങേക്ക് നിലനിർത്തി തരട്ടെ. തസ്ബീത മൂസാ, മൂസാ നബി അലൈഹിസ്സലാമിനെ അടിപതറാതെ നിർത്തിയതുപോലെ, വനസ്റൻ കല്ലദീ നുസിറ, ഫറോവയ്ക്കെതിരെ മൂസാ നബി അള്ളാഹു സഹായിച്ച പോലെ അള്ളാഹു അങ്ങേയും സഹായിക്കട്ടെ. റസൂലുള്ളാഹി തങ്ങൾ ഹബീബിനെ കുറിച്ച് ഒരുപാട് മദ്ഹ് ഗാനങ്ങൾ പാടിയ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. നമ്മുടെ കുട്ടികളിൽ കഴിവുള്ള ആളുകളുണ്ട്, ആ കഴിവുകൾ നല്ല വഴിക്ക് പരിപോഷിപ്പിക്കുക. നമ്മുടെ റബീഉൽ അവ്വലൊക്കെ വരുമ്പോൾ നമ്മുടെ മക്കളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ്. മാഷാ അല്ലാഹ്. അതിനെ നല്ല വഴിക്ക് ഡൈവേർട്ട് ചെയ്തു കൊടുത്താൽ ആ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാവും. നമ്മൾ ഏത് വഴിക്കാണോ അവരെ തിരിച്ചുവിടുന്നത്, അങ്ങനെയാണ് റിസൾട്ട് വരുന്നത്. ലൗലം തകുൻ ഫീഹി ആയാതും മുബയ്യിനതുൻ കാനത് ബദീഹതുഹു തുംബീക ബിൽ ഖബരി. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രവാചകത്വം തെളിയിക്കാൻ വേണ്ടി ഒരുപാട് പ്രകടമായ തെളിവുകൾ ഇല്ലെങ്കിൽ തന്നെയും കാനത് ബദീഹതുഹു തുംബീക ബിൽ ഖബരി, ആ പ്രവാചകരെ കാണുന്നത് തന്നെ ഇത് സത്യപ്രവാചകനാണെന്ന് സാക്ഷ്യം വഹിക്കുന്ന കാഴ്ചയാണല്ലോ. ആരുടെ വരികളാണ്? അബ്ദുല്ലാഹി ഇബ്നു റവാഹ തങ്ങളുടെ. മുഅ്തയിലേക്ക് പോകുന്നു. റോമക്കാരുമായി നടന്നൊരു യുദ്ധത്തിലേക്കാണ് പോകുന്നത്. മുഅ്ത മദീനയിൽ നിന്ന് ഒരുപാട് കിലോമീറ്ററുകൾ അപ്പുറം, 800 കിലോമീറ്റർ അതിലേറെ. മുഅ്തയിലേക്ക് യാത്ര പോകുമ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ആ സൈന്യത്തിന്റെ പതാക വാഹകനാണ്. നബി തങ്ങൾ പറഞ്ഞു, സയ്യിദ് ഇബ്നു ഹാരിസ പതാക പിടിക്കണം. അവര് മരിച്ചാൽ ജഅഫർ തയ്യാർ എന്നവർ, ജഅഫർ ഇബ്നു അബീ ത്വാലിബ് എന്നവർ, അവരും ഷഹീദായാൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹ മൂന്നാമത്തെ ആളാണ്. യുദ്ധം കൊടുമ്പിരി കൊണ്ടു. റോമക്കാർ 1,00,000 വരുന്ന റോമക്കാരോട് 3000 വരുന്ന സ്വഹാബികളാണ് പടപൊരുതുന്നത്. ആ സമയത്ത് സ്വന്തം ശരീരത്തോട് മഹാനവറുകൾ പറഞ്ഞൊരു വാക്കുണ്ട്, അഖ്സംതു യാ നഫ്സു ലതൻസീലന്ന ലതൻസീലന്ന ഔ ലാ തുക്റഹന്ന ഇൻ അജ്ലബന്നാസു വശദ്ദുറന്ന മാലി അറാകി തക്റഹീനൽ ജന്ന.
അബ്ദുല്ലാഹ് ഇബ്നു റവാഹ തങ്ങളുടെ മഖാമിൽ മഹാനുഭാവന്റെ ഒരുപാട് കവിതകൾ എഴുതി വെച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ പാടുകയാണ്. അവരൊക്കെ നിമിഷ കവികളാണ്. അഖ്സംതു യാ നഫ്സു ലതൻസീലന്നാ, ശരീരമേ ഞാൻ അല്ലാഹുവിനോട് ശപഥം ചെയ്തിരിക്കുന്നു, നീ ഇവിടെ ഇറങ്ങണം ഈ യുദ്ധക്കളത്തിൽ. ലതൻസീലന്ന ഔ ലാ തുക്റഹന്ന, നീ ഇറങ്ങിയില്ലെങ്കിൽ നിന്നെ നിർബന്ധിപ്പിച്ച് ഞാൻ ഇറക്കും. ഇൻ അജ്ലബന്നാസു വശദ്ദുറന്ന മാലി അറാക തക്റഹീനൽ ജന്ന, മാലി അറാകി തക്റഹീനൽ ജന്ന. ശരീരമേ നീ സ്വർഗം വെറുക്കുകയാണോ, നീ എങ്ങോട്ടാണ് പിന്തിരിഞ്ഞോടുന്നത് എന്ന് സ്വന്തം ശരീരത്തോട് പറയുകയും പടപുരുതി വീരമൃത്യു വരിക്കുകയും ചെയ്ത മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഹബീബിനോട് മദീനയോട് യാത്ര പറയുമ്പോൾ കരഞ്ഞിട്ടുണ്ട്. ഹബീബിനോട് പറയുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഒരു തിരിച്ചു വരവില്ലാത്ത പോക്കാണത്. ഖലഫസ്സലാമു على امرئ ودعته في النخل خير مودع وخليلي. ഞാനിതാ ഏറ്റവും നല്ല എൻ്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന കൂട്ടുകാരനോട്, അഷ്റഫുൽ ഖൽഖിനോട് സലാം പറഞ്ഞു പോരുകയാണ്. ഖലഫസ്സലാമു അലാ ഇംറിഇൻ വദ്ദഅതുഹു ഫിന്നഖ്ലി ഖൈരി മുവദ്ദിഇൻ വഖലീലി. സ്വഹാബിമാർ പറഞ്ഞു, അബ്ദുല്ലാഹ് നറാക അലൽ ഖൈർ, അബ്ദുല്ലാഹ് നിങ്ങൾ പോയി തിരിച്ചു വരിൻ, നമുക്ക് കാണാം. അഹം പറഞ്ഞേ വരുന്നില്ല, വരാനുള്ള പോക്കല്ല ഇത്. ലകിന്നനി അസ്അലു റഹ്മാന മഗ്ഫിറതൻ വതഅനതൻ ذات فرع تقذف الزبدا حتى يقال إذا مروا على جدثي يا أرشد الله من غاز وقد رشدا. മഹാൻ പറയുന്നു, തിരിച്ചു വരാനുള്ള വരവല്ല ഞാൻ പോകുന്നത്. ലകിന്നനി അസ്അലു റഹ്മാന മഗ്ഫിറതൻ, ഞാൻ കാരുണ്യവാനോട് മാപ്പ് ചോദിക്കുകയാണ്, അവൻ എനിക്ക് പുറത്തു തരണം. വതഅനതൻ ذات فرغ تقذف الزبدا, എന്റെ ഹൃദയം തുളച്ചു കയറുന്ന വിധം അമ്പും വില്ലും തറച്ച് കുന്തം തറച്ച് എനിക്കൊരു രക്തസാക്ഷിത്വം വേണം. എന്റെ ഖബറിന്റെ അരികിലൂടെ അവർ കടന്നു പോകുമ്പോൾ പറയണം, യാ അർഷദല്ലാഹി മിൻ ഗാരിൻ വഖദ് റഷദാ, ഞങ്ങളെക്കാളും എത്രയോ തന്റെ ഇടമുള്ള അബ്ദുല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹു സന്മാർഗം തന്നിരിക്കുന്നു എന്ന് എന്നെ കാണുമ്പോൾ നിങ്ങൾ പറയണം, തിരിച്ചു വരാനല്ല ഞാൻ പോരുന്നത് എന്ന് സ്വഹാബികളോട് മദീനയിൽ വെച്ച് പറഞ്ഞ പോലെ പിന്നെ മദീനത്തേക്ക് വന്നിട്ടില്ല. സ്വഹാബിമാർ ആ മഹാനുഭാവന്റെ ഖബർ സന്ദർശിക്കുമ്പോൾ ഈ വരികൾ പറയാറുണ്ട്, യാ അർഷദല്ലാഹി മിൻ ഗാരിൻ വഖദ് റഷദാ, യാ അർഷദല്ലാഹി മിൻ ഗാരിൻ വഖദ് റഷദാ.